ഈജിപ്തിലെ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെയും സൈനിക സമവാക്യങ്ങളെയും പാടെ ഉലച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കടുത്ത നയതന്ത്ര സൈനിക മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സൈനിക അധിനിവേശ ശ്രമം ഉണ്ടായാൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് ആർക്കും ഊഹിക്കാൻ കഴിയാത്തതിലും അപ്പുറമുള്ള വലിയ സർപ്രൈസുകളായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി പ്രസ്താവിച്ചു. ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഈ പുതിയ മുന്നറിയിപ്പ് പെന്റഗണിനെയും പാശ്ചാത്യ സഖ്യകക്ഷികളെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുണ്ടായ കടുത്ത സൈനിക ഏറ്റുമുട്ടലുകളിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പരസ്യ പ്രതികരണം. അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ ഡ്രോണുകൾ, തന്ത്രപ്രധാനമായ സർവേലൻസ് വിമാനങ്ങൾ എന്നിവയടക്കം 40-ലധികം അമേരിക്കൻ വിമാനങ്ങളാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ മണ്ണിൽ തകർന്നു വീണതെന്നത് ആഗോള സൈനിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഈ കനത്ത സൈനിക ഏറ്റുമുട്ടലിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സാങ്കേതിക നഷ്ടമാണ് അമേരിക്കൻ ഐക്യനാടുകൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നു. അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം തങ്ങൾക്കെതിരെ വീണ്ടും ഒരു യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ഇതിലും മാരകവും വിനാശകരവുമായ തിരിച്ചടികളായിരിക്കും നേരിടേണ്ടി വരികയെന്നാണ് അബ്ബാസ് അരഗാച്ചി തുറന്നടിച്ചത്. ഇറാന്റെ പ്രതിരോധ ശേഷിയെ കുറച്ചു കാണരുതെന്ന കർശനമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന കടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷത്തെ ഈ പ്രസ്താവനകൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനും അമേരിക്കൻ നാവികസേനയും തമ്മിൽ ഗൾഫ് കടലിടുക്കിൽ ഏത് നിമിഷവും ഒരു നേരിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഇറാന്റെ തദ്ദേശീയ മിസൈലുകളുടെ പരിധിക്കുള്ളിലാണെന്ന യാഥാർത്ഥ്യം US കമാൻഡർമാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു അശ്രദ്ധ പോലും മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ വിഴുങ്ങുന്ന മഹാമാരിയായി മാറാം. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കടുത്ത ഭീതിയും ഇതോടെ ഇരട്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാത പൂർണ്ണമായും ഇറാന്റെ സൈനിക നിയന്ത്രണത്തിലാണ്. അമേരിക്കയുമായുള്ള തർക്കം രൂക്ഷമായാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ മടിക്കില്ലെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോള എണ്ണ വിപണിയെ തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ ഈ പുതിയ സൈനിക കരുത്ത് പ്രകടനത്തിന് പിന്നിൽ അവരുടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ അദൃശ്യ യുദ്ധവിമാനങ്ങളെ പോലും കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള റഡാറുകളും പ്രതിരോധ മിസൈലുകളും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന തന്ത്രപ്രധാനമായ സൈനിക രഹസ്യാന്വേഷണ പിന്തുണയും ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സൈനിക മേഖല കൈവരിച്ച ഈ വളർച്ച പെന്റഗണിന് വലിയ തലവേദനയാണ്. ആഗോള ഊർജ വിപണിയിൽ ഇറാന്റെ ഈ ഭീഷണി ഇതിനോടകം തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്ക കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു വരികയാണ്. ഇത് വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥകളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കും. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനുമേൽ കനത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ സാമ്പത്തികമായി അമേരിക്ക തകരുമെന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇറാന്റെ സൈനിക നീക്കങ്ങളെ ചൊല്ലി കടുത്ത ഭിന്നതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ വിമാനങ്ങൾ കൂട്ടത്തോടെ തകർക്കപ്പെട്ട വാർത്ത പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ട്രംപ് ഭരണകൂടത്തിന്റെ വലിയ നയതന്ത്ര പരാജയമായാണ് ചിത്രീകരിക്കുന്നത്. ഇറാനുമായി അനാവശ്യ സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോയതാണ് ഈ വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായതെന്ന് അവർ ആരോപിക്കുന്നു. ട്രംപിന്റെ വിദേശ നയം അമേരിക്കൻ സൈനികരുടെ ജീവനും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾക്കും ഭീഷണിയാകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാണ്. അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ സൈനിക വ്യൂഹങ്ങളെ ഗൾഫ് മേഖലയിൽ വിപുലമായി വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്.
കടലിലും കരയിലും ഒരേ സമയം പ്രതിരോധം തീർക്കാൻ തക്കവണ്ണം അത്യാധുനിക ഡ്രോണുകളും ആന്റി ഷിപ്പ് മിസൈലുകളും അവർ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു അമേരിക്കൻ അധിനിവേശം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക US താവളങ്ങളും തകർക്കുമെന്നാണ് IRGC കമാൻഡർമാർ ആവർത്തിക്കുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാട് അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഈ സങ്കീർണ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുമെന്ന് സൗദി അറേബ്യയും UAEയും ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടാണ് പല ഗൾഫ് രാജ്യങ്ങളുമായും പരസ്യമായി സ്വീകരിക്കുന്നത്. അമേരിക്കയ്ക്ക് തങ്ങളുടെ മണ്ണുപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ അനുവാദം നൽകില്ലെന്ന് ചില രാജ്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും പുറത്തെടുത്തിട്ടില്ലാത്ത അനവധി സർപ്രൈസുകൾ ഉണ്ടെന്ന അബ്ബാസ് അരഗാച്ചിയുടെ പരാമർശം പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളെ കുഴക്കുന്നുണ്ട്. ഇറാൻ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത പുതിയ തരം ഹൈപ്പർസോണിക് മിസൈലുകളോ അല്ലെങ്കിൽ അതിനൂതനമായ സൈബർ യുദ്ധമുറകളോ ആകാം ഇതിനു പിന്നിലെന്നാണ് സൂചന. ഏതു തരം ആധുനിക യുദ്ധത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി. 40-ലധികം അമേരിക്കൻ വിമാനങ്ങൾ തകർത്ത സംഭവവും ഇതിനെ തുടർന്ന് ഇറാൻ നൽകിയ കടുത്ത യുദ്ധ മുന്നറിയിപ്പും ആഗോളതലത്തിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. സൈനിക മേധാവിത്വം കൊണ്ട് മാത്രം ഇറാനെ ഒതുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ സുരക്ഷയും അന്താരാഷ്ട്ര എണ്ണ വിപണിയുടെ സ്ഥിരതയും ഇപ്പോൾ വലിയൊരു ഭീഷണിയിലാണ്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സൈനിക പ്രതിസന്ധികളിൽ ഒന്നിനായിരിക്കും.